നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസത്തിൽ കർക്കിടകൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ കുജൻ, കന്നിയിൽ സിഹി, കുംഭത്തിൽ ശനി, സൂര്യൻ മാർച്ച് 14 വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും സഞ്ചരിക്കുക. ശനി മാർച്ച് 29 മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. നിലവിൽ മീനത്തിൽ ബുധൻ, ശുക്രൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും. കർക്കിടകൻ രാശി. പുണർതങ്കാൻ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. 2ാം ഭാവാധിപനായ സൂര്യൻ കർക്കിടകൻ രാശിയുടെ 8ഉം 9ഉം ഭാവങ്ങളിലൂടെയാണ് മാർച്ച് മാസത്തിൽ സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യന് പ്രതികൂല ഭാവങ്ങളാണ്. ശത്രുക്കളുമായി കലഹം, അഗ്നികോപം, അപമാനം, ഭയം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അപ്രീതി എന്നിവയാണ് സൂര്യൻ നൽകുന്ന ഫലങ്ങൾ. വരവ് കുറവും എന്നാൽ ചെലവ് കൂടുതലും ഉണ്ടാകുന്ന സമയമാണ്. രോഗഭയവും ബന്ധുഭയവും ഈ സമയത്തുണ്ടാകാം. മാർച്ച് മാസം മുഴുവൻ സൂര്യൻ നല്ല ഫലങ്ങളല്ല കർക്കിടകൻ രാശിക്ക് നൽകുന്നത് എന്നാണ് സാരം. 10ാം ഭാവാധിപനായ ചൊവ്വ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്ത് അത്ര സുഖകരമായ ഒരവസ്ഥയായിരിക്കുകയില്ല. കഠിനാധ്വാനവും ചിലവുകളും ട്രാൻസ്ഫറുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. 4ഉം 11ഉം ഭാവാധിപനായ ശുക്രൻ്റെ ഉച്ചസ്ഥിതി വരുമാനം വർദ്ധിപ്പിക്കും. ഏത് കാര്യങ്ങൾക്കും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ബുധൻ്റെ നീചഭംഗ രാജയോഗം കർമ്മരംഗത്ത് ഗുണഫലങ്ങൾ നൽകും. 11ൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവും അനുകൂലനാണ്. ഇവയെല്ലാം കർമ്മരംഗം പുഷ്ടിപ്പെടുത്തും. 7ാം ഭാവാധിപനായ ഗുരു 11ൽ സർവാഭീഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ നൽകുന്നു. സാമ്പത്തിക വർധനവും ഉണ്ടാകും. ബിസിനസ് വിപുലീകരണത്തിന് സമയം നല്ലതാണ്. ദമ്പതികൾക്ക് സമയം മെച്ചമാണ്. 5ാം ഭാവാധിപനായി ചൊവ്വ 12ൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പക്ഷേ ബുധശുക്രന്മാരുടെയും ഗുരുവിൻ്റെയും ഭാഗ്യസ്ഥിതികൾ കുട്ടികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും. പ്രണയിക്കുന്നവർ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹം ആലോചിക്കുന്നവർക്ക് സമയം നല്ലതാണ്. ധാരാളം വിവാഹാലോചനകൾ വരും. വിവാഹം നടക്കാനുള്ള അവസരം കൂടിയാണ് ഈ സമയം. 3ലെ കേതു ധനലാഭത്തെയും സുഖത്തെയും കാണിക്കുന്നു. അഷ്ടമത്തിലെ ശനി എല്ലാ കാര്യങ്ങളിലും പരാജയവും രോഗങ്ങളും സന്താന ദുഃഖവും വളർത്തുമൃഗങ്ങൾക്കും മിത്രങ്ങൾക്കും ദോഷവും ചിട്ടയില്ലാത്ത ജീവിതവും ദ്രവ്യാദികൾക്ക് നാശവുമാണ് 2.5 വർഷമായി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2025 മാർച്ച് 29 ശനി 9ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ കുറച്ച് ആശ്വാസം ലഭിക്കും. ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും മുക്തരാകും. 9ൽ ഉച്ചസ്ഥനായി നിലകൊള്ളുന്ന ശുക്രൻ അഭീഷ്ടലാഭവും ആരോഗ്യപ്രാപ്തിയും വസ്ത്രാഭരണാദി ലാഭങ്ങളും ഉണ്ടാക്കും. നീചഭംഗ രാജയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധൻ കർമ്മരംഗത്ത് പുഷ്ടിയും ധനവർദ്ധനവും ഉണ്ടാക്കുന്നു. 9ലെ സർപ്പൻ നല്ല ഫലങ്ങൾ അല്ല തരുന്നത്. പാപപ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ശ്രദ്ധിക്കണം. 11ലെ ഗുരു ധനലാഭവും കാര്യവിജയവും സ്ഥാനലാഭവും സന്താനപ്രാപ്തിയും ശത്രുനാശവും ആനന്ദവും നൽകുന്നു. എന്നാൽ 12ലെ ചൊവ്വ ധനച്ചിലവുകളെ സൂചിപ്പിക്കുന്നു. നേത്രരോഗം, ബന്ധുവിരോധം, പരദേശവാസം എന്നിവയും ആണ് 12ൽ നിൽക്കുന്ന ചൊവ്വ നൽകുന്നത്. സർവേശ്വരകാരകനായ ഗുരുവിൻ്റെ 11ലെ സ്ഥിതി എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം നൽകും. സൂര്യനും ശനിയും ചൊവ്വയും സർപ്പനുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ശനി പ്രീതിക്ക് വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കണം. സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ശിവന് ഞായറാഴ്ച തോറും ധാര നടത്തുക. കൂടാതെ സർപ്പപ്രീതിക്ക് വേണ്ടി ആയില്യപൂജയും നടത്തണം. ദോഷങ്ങൾ മാറിക്കിട്ടും. എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.